ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ അധ്യക്ഷനായി. ഇറിഗേഷൻ, പൊതുമരാമത്ത്, പോലീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, വനംവകുപ്പ്, വൈദ്യുതി തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ബിജു, KP ജെയിംസ്, ആതിര ദേവരാജൻ, അമ്പിളി സോമൻ എന്നിവരും സംബന്ധിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, പുഴയിൽ വെള്ളം ഉയർന്നാൽ നേരിടാനുള്ള പരിഹാര മാർഗങ്ങൾ, ഓടകൾ വൃത്തിയാക്കൽ, കൊതുക് നിവാരണം, പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കൽ, ആശുപത്രികളിലെ സൗകര്യങ്ങൾ, ആവശ്യമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കൽ, ആപൽ ഘട്ടങ്ങളിൽ നേരിടേണ്ട മാർഗങ്ങൾ എന്നിവയെ സംബന്ധിച്ച് യോഗം വിലയിരുത്തി. ഏറ്റവും ആദ്യം മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളൊക്കെ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ യോജിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും യോജിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ആദ്യം തുറക്കുന്നൊരു ഡാമാണ് പെരുങ്ങൽകുത്ത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രയാസങ്ങൾ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ തന്നെ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് തോട്ടം മേഖലയും മലയോര മേഖലയും ഒക്കെ ഉള്ളൊരു പ്രദേശം എന്നുള്ള രീതിയിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം റബ്ബർ തോട്ടങ്ങളും തോട്ടം മേഖലയും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് കൊതുകുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് പലപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് പാർശ്വവാദികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗതാഗത തടസ്സങ്ങളും ആദിവാസി മേഖലയിലുമൊക്കെ നിരന്തരം നമുക്ക് ഈ ക്ഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ നമുക്ക് പരിഹരിക്കാനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശം കൂട്ടായ ഒരു ശ്രമം ഈ കാര്യത്തിൽ നമുക്കുണ്ടാകണം. യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ജനപ്രതിനിധി ഉദ്യോഗസ്ഥന്മാർക്കും നന്ദി പറയുന്നു. ഇത്